ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് 2 വയസ്സുകാരിയെ ചാക്ക ഓൾ സെയിൻസ് കോളേജ് പരിസരത്ത് നിന്ന് കാണാതായത്. പുലർച്ചെ 2 മണിയോടെ ബന്ധുക്കൾ ചാക്ക പോലീസിൽ പരാതി നൽകി. ഉടൻ തന്നെ പോലീസ് വ്യാപകമായ തിരച്ചിലും അന്വേഷണവും തുടങ്ങി. മാതാപിതാക്കളുടെയും കുടുംബത്തിന്റെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ചാക്ക ബ്രഹ്മോസ് പരിസരത്തുള്ള ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസ് സംഘം കുട്ടിയെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ജനറൽ ആശുപത്രിയിൽ എത്തി. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും ആശുപത്രിയിലെത്തി കുട്ടിയെ സന്ദർശിച്ച ശേഷം മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വിദഗ്ധ ഡോക്ടർമാരുടെ പരിചരണത്തിൽ കുട്ടി SAT ആശുപത്രിയിൽ തുടരുകയാണ്. കുഞ്ഞ് നിലവിൽ ആരോഗ്യവതിയാണ്. കുഞ്ഞിൻ്റെ വൈറ്റൽസ് എല്ലാം സ്റ്റേബിളാണ്. പക്ഷേ ഇന്ന് പകൽ കുഞ്ഞ് ഭക്ഷണം കഴിച്ചതായിട്ട് കാണുന്നില്ല. അപ്പോൾ നിർജ്ജലീകരണമുണ്ട്, ഡീഹൈഡ്രേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയുമാണ് കുഞ്ഞിനുള്ളത്. കുഞ്ഞിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇനി മറ്റ് വിശദമായിട്ടുള്ള പരിശോധനകൾ ഡോക്ടേഴ്സ് നടത്തും. കുട്ടിയെ കാണാതായ സംഭവത്തിൽ അന്വേഷണം തുടരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവും വ്യക്തമാക്കി. We are not ruling out anything. എങ്ങനെ എത്തി കുട്ടി അവിടെ എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കിഡ്നാപ്പ് ചെയ്തെന്ന് പറയാനായിട്ടില്ല, ചെയ്തിട്ടില്ല എന്ന് പറയാനും ആയിട്ടില്ല. ഇപ്പോൾ നമ്മളൊന്നും റൂൾ ഔട്ട് ചെയ്യില്ല. സോ വി ആർ ഓപ്പൺ ടു ഓൾ പോസിബിലിറ്റീസ്. ഒഴിഞ്ഞ സ്ഥലത്തെ ഓടയിൽ കുട്ടി എങ്ങനെ എത്തിയെന്നതിലാണ് പോലീസ് അന്വേഷണം തുടരുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.